അകന്നൊരു നെബുലയിൽ വാതകങ്ങളും പൊടികണങ്ങളും പതുക്കെ ഒത്തുചേരുന്നു. ഗുരുത്വാകർഷണം അവയെ അടുപ്പിക്കുന്നു, ചൂട് കൂടുന്നു, മർദ്ദം ഉയരുന്നു. മധ്യത്തിൽ ഒരു പുതിയ നക്ഷത്രം ജനിക്കുന്നു. ഇതാണ് ഒരു സോളാർ സിസ്റ്റത്തിന്റെ ജനനം. ഹായ്, ഞാൻ ആര്യ. ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ. എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുതിയ നക്ഷത്രം തെളിഞ്ഞപ്പോൾ അതിന്റെ ചുറ്റും ഒരു ഭ്രമണചക്രം രൂപപ്പെടുന്നു. വാതകവും പൊടിയും ചേർന്ന് ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക്. ഇവിടെയാണ് ഗ്രഹങ്ങളുടെ കഥ തുടങ്ങുന്നത്. ചെറുകണങ്ങൾ കൂട്ടിച്ചേർന്നു കല്ലുകൾ, കല്ലുകൾ ചേർന്ന് വലിയ പിണ്ഡങ്ങൾ. ഇവ പിന്നീട് പ്രോട്ടോ ഗ്രഹങ്ങളായി മാറുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടെ ഒരു മുഴുവൻ ഗ്രഹവ്യവസ്ഥ രൂപം കൊള്ളുന്നു. എന്നാൽ ജനനം സമാധാനകരമല്ല. പുതിയ ഗ്രഹങ്ങൾ തമ്മിൽ ഇടിച്ചുമുട്ടുന്നു. ഓർബിറ്റുകൾ അസ്ഥിരമാണ്. ചില ഗ്രഹങ്ങൾ തകർന്നു നശിക്കുന്നു. എന്നാൽ പതുക്കെ ഗുരുത്വാകർഷണം എല്ലാം ക്രമപ്പെടുത്തുന്നു. ഓർബിറ്റുകൾ സ്ഥിരത നേടുന്നു. ഗ്രഹങ്ങൾ തങ്ങളുടെ പാത കണ്ടെത്തുന്നു. സോളാർ സിസ്റ്റം യൗവനത്തിലേക്ക് കടക്കുന്നു. പക്ഷേ എല്ലാം ഇതോടെ അവസാനിക്കുന്നില്ല. വലിയ ഗ്യാസ് ചെയിനുകൾ, ജൂപ്പിറ്റർ പോലുള്ള ഗ്രഹങ്ങൾ തങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാറില്ല. അവ അകത്തേക്കോ പുറത്തേക്കോ സഞ്ചരിക്കും. ഇത് പ്ലാനറ്റ് മൈഗ്രേഷൻ എന്നറിയപ്പെടുന്നു. ഈ സഞ്ചാരം ചെറിയ ഗ്രഹങ്ങളുടെ ഓർബിറ്റുകൾ മാറ്റും. ആസ്റ്ററോയിഡ് ബെൽറ്റുകൾ തകർക്കും. ചില ലോകങ്ങളെ മുഴുവൻ പുറത്തേക്ക് തള്ളും. ചില ഗ്രഹങ്ങൾ തങ്ങളുടെ നക്ഷത്രത്തെ പോലും വിട്ടുപോകും. ഇവയെ റോഗ് പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നു. ഒരു സോളാർ സിസ്റ്റത്തിന്റെ യുവാവസ്ഥ ഇങ്ങനെ ഒരു കാഠിന്യമുള്ള കാലഘട്ടമാണ്. ഗ്രഹങ്ങൾ സ്ഥിരത നേടുമ്പോഴും പുറത്തുനിന്നുള്ള ഭീഷണികൾ നിലനിൽക്കും. ആസ്റ്ററോയിഡുകളും കോമറ്റുകളും അകത്തേക്ക് പതിക്കും. ഭൂമിയുടെ ആദ്യകാല ചരിത്രത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു. ഈ ബോംബാർമെന്റ് ചിലപ്പോൾ ജീവന്റെ വിത്തുകൾ കൊണ്ടുവന്നേക്കാം, ചിലപ്പോൾ ജീവനെ നശിപ്പിച്ചേക്കാം. ഒരു സോളാർ സിസ്റ്റം ജീവനെയും മരണത്തെയും ഒരുപോലെ വഹിക്കുന്നു. ബില്യൺ വർഷങ്ങൾ കടന്നുപോകുന്നു. നക്ഷത്രം പതുക്കെ തന്റെ ഇന്ധനം ചെലവഴിക്കുന്നു. ഗ്രഹങ്ങളുടെ കാലാവസ്ഥ മാറുന്നു. ചില ലോകങ്ങൾ തണുക്കുന്നു, ചിലത് തീപിടിക്കുന്നു. സൂര്യനെ പോലെ ഒരു നക്ഷത്രം മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ അവയുടെ പ്രകാശവും ചൂടും മാറി തുടങ്ങും. ജീവിതം ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടണം. ഒരു ദിവസം നക്ഷത്രത്തിന്റെ ഇന്ധനം തീരും. അത് ഒരു റെഡ് ജയന്റായി മാറും. അടുത്തുള്ള ഗ്രഹങ്ങൾ അതിന്റെ അഗ്നിയിൽ വിഴുങ്ങപ്പെടാം. അവസാനം നക്ഷത്രം തന്റെ പുറം പാളികൾ പുറത്തേക്ക് തള്ളും. ബാക്കി നിൽക്കുന്നത് ഒരു വൈറ്റ് ഡ്വാർഫ്. അതിന്റെ ചുറ്റുമുണ്ടായിരുന്ന മഹത്തായ സോളാർ സിസ്റ്റം ഇപ്പോൾ ഒരു ശാന്തമായ അവശിഷ്ടം മാത്രമാണ്. ഒരു സോളാർ സിസ്റ്റം ജനിക്കുന്നു. യൗവനത്തിൽ കലഹിക്കുന്നു, സ്ഥിരത കണ്ടെത്തുന്നു. ബില്യൺ വർഷങ്ങൾ ജീവിക്കുന്നു. അവസാനം നക്ഷത്രത്തോടൊപ്പം മരിക്കുന്നു. ഇത് ഒരു ജീവിതചക്രമാണ്. നമ്മുടെ സോളാർ സിസ്റ്റവും ഈ യാത്രയിലാണ്. ഒരു ദിവസം സൂര്യനും മങ്ങും. പക്ഷേ ഇന്ന് നമ്മൾ ഈ കഥയുടെ നടുവിലാണ്. ഇതാണ് സോളാർ സിസ്റ്റങ്ങളുടെ ജീവിതം. ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ.